പ്രിയ ഭക്തജനങ്ങളെ നമസ്കാരം. മൊകവൂർ ശ്രീ കാമ്പുറത്തമ്മയെക്കുറിച്ച് ചെറിയൊരു വിശേഷണമാകാം. കോഴിക്കോട് നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ വടക്കു ഭാഗത്തായി NH-66 സമീപത്ത് മൊകവൂരിലാണ് പുണ്യപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ മൊകവൂർ ശ്രീ കാമ്പുറത്ത് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലെ വെള്ളരിമലയിൽ നിന്നും ഭഗവതി സഹോദരിമാർക്കൊപ്പം പുറപ്പെട്ട് ഒടുവിൽ മൊകവൂരിൽ കാമ്പുറത്ത് ശ്രീകോവിലിൽ കുടികൊണ്ടിരുന്ന ഭഗവതിയുടെ ഇടതുവശത്തായി കുടിയിരുന്നുവത്രേ എന്നാണ് ഐതിഹ്യം. ഈ ഭഗവതിയുടെ ആഗമനത്തോടെയാണ് കാമ്പുറത്തമ്മ എന്ന പേരും പെരുമയും സിദ്ധിച്ചിരുന്നത്. ഒരു ശ്രീകോവിലിൽ തന്നെ 2 വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ഭഗവതിമാർ എന്നുള്ളത് ഇവിടത്തെ മാത്രം പ്രത്യേകതയാണ്. ക്ഷിപ്രപ്രസാദിനിയും അഭീഷ്ടവരദായിനിയുമായ കാമ്പുറത്തമ്മയുടെ സന്നിധിയിലെത്തുന്ന ഭക്തർക്ക് മനമൊരുകി പ്രാർത്ഥിച്ചാൽ സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല എന്നതാണ് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വിശ്വാസം. ഞായറാഴ്ച പുലർച്ചെ ശ്രീകോവിൽ സുഗന്ധ പുഷ്പങ്ങളാലും മറ്റും അലങ്കരിച്ച് മാല ചാർത്തൽ ചടങ്ങിന് ശേഷം സർവാലങ്കാര വിഭൂഷിതരായ ദേവിമാരെ കണ്ടുതൊഴാൻ ഭക്തസഹസ്രങ്ങൾ ക്ഷേത്ര തിരുമുറ്റത്തേക്ക് ഒഴുകിയെത്തും. ഇതേ സമയം വെങ്ങാലയിലുള്ള ദേവസ്ഥാനത്തു നിന്നും അവകാശികളായ അടിയാന്മാരും പരിവാരങ്ങളും വാദ്യാഘോഷത്തോടെ പുറപ്പെട്ട് കോരാച്ചിനി കുളങ്ങരയിലെത്തി ആദ്യ മേളം തുടങ്ങുന്നു. ഇങ്ങനെ 7 മേളങ്ങളാണ് കൊട്ടേണ്ടത്. രാവിലെ 9 മണിയോടെ മേൽശാന്തി പുണ്യാഹം തളിച്ച് ശുദ്ധമാക്കിയ മേലേരിയിൽ കനലാട്ടത്തിനുള്ള പ്ലാവ് ആശാരി വിധിപ്രകാരം പൂജ നടത്തി അത് ക്ഷേത്ര കാരണവന്മാരെ ഏൽപ്പിക്കുന്നു. തുടർന്ന് പ്രധാനികളായ കാരണവന്മാർക്ക് നിയോഗമുണ്ടാവുകയും മേലേരി ഏറ്റുവാങ്ങി ദേവീ സമക്ഷം സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഊരാളന്മാരിൽ 2 പേർക്ക് ദർശനമുണ്ടാവുകയും ഒരു കോമരം ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി ഉത്സവം നടത്തുന്നതിന് അനുവാദം വാങ്ങുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്ന കളമോളിൽ എന്ന സ്ഥലത്തേക്ക് യാത്രയാകുന്നു. ഒരാഴ്ചയോളം വ്രതമെടുത്ത് മൂർച്ച കൂട്ടിയ ആയുധങ്ങളുമായി കോമരം പെരുങ്കൊലന്മാർക്കൊപ്പം തിരിച്ച് ക്ഷേത്രത്തിനു പടിഞ്ഞാറേ നടയിൽ എത്തുമ്പോഴേക്കും നിരവധി കോമരക്കാർ അവരെ എതിരേറ്റ് കാമ്പുറത്തമ്മയുടെയും കുലവൻ പരദേവതയുടെയും ശ്രീകോവിലുകളുടെ തെക്ക് ഭാഗത്തുകൂടി കൊണ്ടുവരുന്നു. തുടർന്ന് ഉറഞ്ഞു തുള്ളിയ കോമരക്കാർ ഇരുതല മൂർച്ചയുള്ള ആയുധങ്ങൾ എടുക്കുന്ന കാഴ്ച ആരെയും ഭയവിഹ്വലരാക്കും. ദേവീ കടാക്ഷത്താൽ ആർക്കും ഈ സമയത്ത് ഒരു പോറൽ പോലും ഏൽക്കാറില്ല. കോമരക്കാർ കോരാച്ചിനി കുളങ്ങര എത്തുമ്പോഴേക്കും 7ാമത്തെ മേളം ഉച്ചസ്ഥായിലെത്തിയിരിക്കും. തിടമ്പെഴുന്നള്ളിക്കൽ, ഭണ്ണാരം വയ്ക്കൽ എന്നിവ ഊരാളന്മാർ അവകാശികൾക്കൊപ്പം പൂർത്തിയാക്കുന്നു. പിന്നീട് കാവുണർത്തൽ, കരുമകൻ വെള്ളാട്ട്, കുലവൻ വെള്ളാട്ട്, മറ്റൊരു ക്ഷേത്രത്തിലും കണ്ടുവരാത്ത അമ്മ കുളിച്ചു വരവ്, അമ്മ വെള്ളാട്ട് എന്നിവ പ്രത്യേകം താളമേളങ്ങളോടെ അടിയാന്മാർ ആടുന്നു. ഇതിനിടയിൽ അയ്യപ്പൻ്റെ കോമരം പടിഞ്ഞാറേ നടയിലെത്തി ക്ഷേത്ര കാരണവന്മാർക്കും മറ്റും അരുളപ്പാട് നടത്തുന്നു. നിരവധി കവുങ്ങിൻ പൂക്കുലകളും തെങ്ങിൻ പൂക്കുലകളും ഉപയോഗിച്ച് 5 തട്ടുകളായി ഉണ്ടാക്കുന്ന ഭാരമേറിയ പൂക്കലശം തലയിലേന്തി കലശം കെട്ട് സന്ധ്യയോടെ ക്ഷേത്രത്തിലെത്തുന്നു. അർദ്ധരാത്രി മുമ്പായി അടിയാന്മാരുടെ നേതൃത്വത്തിൽ അരങ്ങേറുന്ന താളനിമിടവും നൃത്തച്ചുവടുകളുമായി ഏറോകളി, തായമ്പക എന്നിവയ്ക്ക് ശേഷം അനന്തിരവന്മാരുടെ അകമ്പടിയോടെ കാരണവന്മാർ അവകാശികൾക്കൊപ്പം കനൽ പൂജ നടത്തുന്നു. കനലാട്ടത്തിന് മുമ്പായും കോമരം അയ്യപ്പ ക്ഷേത്രത്തിലെത്തി അനുവാദം വാങ്ങിയിട്ടുണ്ടാകും. കരുമകൻ തിറ, കുലവൻ തിറ, ചാന്ത് തിറ എന്നിവയ്ക്ക് ശേഷം ഭഗവതി തിറ കെട്ടിയാടുന്നു. തിങ്കളാഴ്ച പകൽ വരവ് ഒഴികെ തലേ ദിവസത്തെ പോലെ കാവുണർത്തൽ, കരുമകൻ വെള്ളാട്ട്, കുലവൻ വെള്ളാട്ട്, അമ്മ കുളിച്ചു വരവ്, അമ്മ വെള്ളാട്ട്, കലശം കെട്ട് എന്നിവ ഉണ്ടാകും. ഇതോടെ ഉത്സവത്തിന് സമാപനം കുറിക്കുന്നു. അന്ന് അർദ്ധരാത്രിക്ക് ശേഷം ഊരാളന്മാരും അടിയാന്മാരും ചേർന്ന് എത്തുന്ന കുടികൂട്ടൽ കർമ്മത്തിനു ശേഷം ക്ഷേത്രനട അടയ്ക്കുന്നു. പിന്നീട് വരുന്ന 2ാമത്തെ ഞായറാഴ്ച, അതായത് 15ാമത്തെ ദിവസം തന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വലിയ കലശത്തിനു ശേഷം മാത്രമേ നിത്യപൂജകളും വഴിപാടുകളും ആരംഭിക്കുകയുള്ളൂ. ഇനി നാളത്തെ ചടങ്ങുകൾ നോക്കാം. പുലർച്ചെ, അതായത് തിങ്കളാഴ്ച പുലർച്ചെ 2 മണിക്ക് കരുമകൻ തിറ,
3 മണിക്ക് കുലവൻ തിറ, 4 മണിക്ക് ഭഗവതി തിറ, 5:30 കലശം കെട്ട്, പകൽ 11 മണിക്ക് പ്രസാദ ഊട്ട്, 12 മണിക്ക് കാവുണർത്തൽ, 1 മണിക്ക് കരുമകൻ വെള്ളാട്ട്, 2 മണിക്ക് കുലവൻ വെള്ളാട്ട്, 3 മണിക്ക് അമ്മ കുളിച്ചു വരവ്, 4:30 അമ്മ വെള്ളാട്ട്, 6:30 കലശം കെട്ടൽ. ഏകദേശം സമയമാണ് മുകളിൽ കാണിച്ചത്. സാഹചര്യമനുസരിച്ച് സമയക്രമത്തിൽ ചില മാറ്റങ്ങളുണ്ടാകാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദി, നമസ്കാരം.